മികച്ച നിലയിലേക്ക് ഉയർന്ന താരങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിന് പകരം വളർന്നു വരുന്ന താരങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയാണ് വേണ്ടതെന്ന് ഒളിമ്പ്യൻ ഇർഫാൻ. അടുത്ത ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡലാണ് തന്റെ ലക്ഷ്യമെന്നും ഇർഫാൻ. പട്ടാമ്പി കോതച്ചിറയിൽ നിന്നും സ്ഫോടക വസ്തു പിടികൂടിയ സംഭവം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കലാമണ്ഡലത്തിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ സുരക്ഷയും പരിശോധനയും ശക്തമാക്കി. ഒറ്റപ്പാലത്തെ ഗതാഗതക്കുരുക്ക് രാഷ്ട്രീയ വടംവലിയിൽപ്പെട്ട് മുറുകുന്നു. ട്രാഫിക് നിയന്ത്രണ കമ്മിറ്റിയിൽ വൈസ് ചെയർമാന് എന്ത് കാര്യമെന്ന് പ്രതിപക്ഷം. ടൂറിസം ഭൂപടത്തിലേക്ക് പെരിന്തൽമണ്ണ കൊടികുത്തിമലയും. മലയിലേക്കുള്ള റോഡ് നിർമ്മാണത്തിന് 6 കോടി രൂപ അനുവദിച്ചു. റോഡിനായുള്ള സ്ഥലമെടുപ്പ് തുടങ്ങി. സുപ്രീം കോടതി ഖനനം നിരോധിച്ചതിനെതിരെ പ്രക്ഷോഭവുമായി CATUവിന്റെ നേതൃത്വത്തിൽ നിർമ്മാണ തൊഴിലാളികൾ രംഗത്ത്. ഒറ്റപ്പാലത്തും പട്ടാമ്പിയിലും മണ്ണാർക്കാടും സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. മികച്ച നിലയിലേക്ക് ഉയർന്ന താരങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിന് പകരം വളർന്നുവരുന്ന താരങ്ങൾക്കാണ് പ്രോത്സാഹനം നൽകേണ്ടതെന്ന് ഒളിമ്പ്യൻ ഇർഫാൻ. പെരിന്തൽമണ്ണയിൽ ഡെൻസിറ്റി ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇർഫാൻ. അടുത്ത ബ്രസീൽ ഒളിമ്പിക്സിൽ ഒരു മെഡലാണ് തന്റെ ലക്ഷ്യമെന്നും ലണ്ടൻ ഒളിമ്പിക്സിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ചതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വാഗ്ദാനം ചെയ്ത ജോലികൾ നിരസിക്കില്ലെന്നും പട്ടണത്തിലെ ഹവിൽദാർ കൂടിയായ KT ഇർഫാൻ പറഞ്ഞു. ലണ്ടൻ ഒളിമ്പിക്സിലെ മികച്ച പ്രകടനത്തോടൊപ്പം നേടിയ ദേശീയ റെക്കോർഡും തന്റെ മികച്ച നേട്ടമാണെന്ന് KT ഇർഫാൻ പറഞ്ഞു. 2016 ബ്രസീൽ ഒളിമ്പിക്സ് മെഡൽ ലക്ഷ്യമാക്കി പരിശീലനം തുടരുകയാണെന്നും മികച്ച നേട്ടത്തിനായി വിദേശത്തും പരിശീലനം നടത്തുമെന്നും ഇർഫാൻ പറഞ്ഞു. നെക്സ്റ്റ് വരുന്ന ബ്രസീൽ ഒളിമ്പിക്സിൽ എവിടെ പോയാലും കേൾക്കുന്ന ഇതാണ് 2016 ബ്രസീൽ ഒളിമ്പിക്സിൽ ഒരു ഗോൾഡ് മെഡലിസ്റ്റ് വരണമെന്നാണ് പറയുന്നത്. പരിശീലനം ഒന്നും ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. തിരിച്ച് നാട്ടിൽ പോയിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ചിലപ്പം വിദേശ പ്രാക്ടീസ് കുറച്ച് ആഡ് ചെയ്യാനാണ്. അങ്ങനെ കുറച്ച് ചേഞ്ചുകൾ മാത്രമേ വരുന്നുള്ളൂ. അത് പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും സംസ്ഥാന സർക്കാരും വാഗ്ദാനം ചെയ്ത ജോലികൾ നിരസിക്കില്ല. കായിക രംഗത്തെ പ്രവർത്തനത്തോടൊപ്പമായിരിക്കും ജോലി ഏറ്റെടുക്കുക. മലപ്പുറം ജില്ലയിലെ കായിക രംഗത്തെ കുതിപ്പും കായിക മേഖല നേരിടുന്ന പ്രശ്നങ്ങളും നടന്നു കാണുമോ എന്ന ചോദ്യത്തിന് ഇങ്ങനെയായിരുന്നു ഒളിമ്പ്യൻ ഇർഫാന്റെ മറുപടി. മലപ്പുറത്തിന്റെ കായിക മേഖലയിലെ കുതിപ്പ് നേരിട്ടറിയാൻ മലപ്പുറം നടന്നു കാണും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നടന്നു കാണും. ഒരു മലപ്പുറം ജില്ലയിലെ സ്പോർട്സ് വളരാൻ വേണ്ടി ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്യണോ അതെല്ലാം എന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. മികച്ച പ്രകടനമാണ് തന്നെ രാജ്യം അറിയപ്പെടുന്ന കായിക താരമാക്കിയത്. മികച്ച നിലയിലേക്ക് ഉയർന്ന താരങ്ങൾക്ക് പിന്തുണ നൽകുന്നതിന് പകരം സമൂഹത്തിൽ വളർന്നു വരുന്ന താരങ്ങൾക്കാണ് പ്രോത്സാഹനം നൽകേണ്ടതെന്നും ഒളിമ്പ്യൻ ഇർഫാൻ പറഞ്ഞു. പട്ടാമ്പി കോതച്ചിറയിൽ നിന്നും സ്ഫോടക വസ്തുവായ അമോണിയം നൈട്രേറ്റ് പിടികൂടിയ സംഭവം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇതാദ്യമായാണ് ഇത്രയും വലിയ അളവിൽ അമോണിയം നൈട്രേറ്റ് പാലക്കാട് ജില്ലയിൽ നിന്നും പിടികൂടുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് തമിഴ്നാട്ടിൽ നിന്നും ലോറിയിൽ കേരളത്തിലേക്ക് കടത്തിയ അമോണിയം നൈട്രേറ്റിന്റെ വൻശേഖരം പട്ടാമ്പി കോതച്ചിറയിൽ നിന്നും പോലീസ് പിടികൂടിയത്. ആളൊഴിഞ്ഞ ഭാഗത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ നിർത്തിയിട്ടിരുന്ന ലോറി പരിശോധിച്ചപ്പോഴാണ് സ്ഫോടക വസ്തുവായ അമോണിയം നൈട്രേറ്റ് കണ്ടെത്തിയത്. ലോറി ഡ്രൈവർ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടെങ്കിലും ക്ലീനർ സേലം സ്വദേശി സെൽവനെ പോലീസ് പിടികൂടി. ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. 50 കിലോ വീതമുള്ള 58 ചാക്ക് അമോണിയം നൈട്രേറ്റാണ് ലോറിയിൽ നിന്നും പിടികൂടിയിട്ടുള്ളത്. കേരളത്തിൽ നിലവിൽ അമോണിയം നൈട്രേറ്റ് കൈവശം വയ്ക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. അതേസമയം ലോറിയിൽ കൊണ്ടുവന്നതിൽ വലിയ അളവോളം അമോണിയം നൈട്രേറ്റ് കേരളത്തിൽ പല ഭാഗങ്ങളിൽ വിതരണം ചെയ്തതായി പിടിയിലായ ലോറി ക്ലീനർ ഷെൽവൻ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഇയാളിൽ നിന്നും കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ബുധനാഴ്ച കേരള കലാമണ്ഡലത്തിൽ പ്രധാനമന്ത്രി എത്താനിരിക്കെ തൊട്ടടുത്ത പ്രദേശത്തു നിന്നും അമോണിയം നൈട്രേറ്റ് പിടികൂടിയത് ഗൗരവമായാണ് പോലീസ് കാണുന്നത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വാഹന പരിശോധനയും നിരീക്ഷണവും പോലീസ് ശക്തമാക്കി. പട്ടാമ്പി CI KM ദേവസ്യയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഒറ്റപ്പാലത്തെ രാഷ്ട്രീയ വടംവലി ഗതാഗത പരിഷ്കരണത്തിന് തടസ്സമാകുന്നു. ഗതാഗത പരിഷ്കരണത്തിനായി രൂപീകരിച്ച റെഗുലേറ്ററി കമ്മിറ്റിക്ക് യോഗം ചേർന്ന് തീരുമാനമെടുക്കാൻ കഴിയാത്തത് നഗരസഭയിലെ രാഷ്ട്രീയ പകപോക്കലുകൾ മൂലമാണെന്ന് ഞങ്ങളുടെ ഒറ്റപ്പാലം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ മാസം 4-ാം തീയതി പരിശോധനയ്ക്ക് ശേഷം 6-ാം തീയതി വീണ്ടും യോഗം ചേർന്ന് തീരുമാനങ്ങൾ നടപ്പിലാക്കാനായിരുന്നു RDOയുടെ ചേംബറിൽ ചേർന്ന യോഗം തീരുമാനിച്ചിരുന്നത്. എന്നാൽ അതിനുശേഷം വന്ന രാഷ്ട്രീയ വടംവലികളാണ് രണ്ടാമത്തെ യോഗം തടസ്സപ്പെടാൻ കാരണമായത്. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ നഗരസഭാ വൈസ് ചെയർമാൻ അർഹതയില്ലാതെ ഇടപെടുന്നു എന്ന വാദമാണ് യോഗം ചേരാൻ തടസ്സമാകുന്നത്. കമ്മിറ്റിയിൽ ചെയർപേഴ്സന് മാത്രമേ പങ്കെടുക്കാൻ അർഹതയുള്ളൂ എന്നും പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. ഇക്കാര്യം അംഗീകരിക്കാനാവാത്തതും ട്രാഫിക് കമ്മിറ്റി യോഗം നീളാൻ കാരണമായി. എന്നാൽ എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാനാവാതെ പോലീസും കുഴങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ പോലീസ് നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ട്രാഫിക് പരിഷ്കരണമാണ് നടന്നുവരുന്നത്. ഇത് എത്ര ദിവസം തുടരാനാകാൻ കഴിയുമെന്ന് അറിയാതെ കുഴയുകയാണ് പോലീസും. പെരിന്തൽമണ്ണ കൊടികുത്തിമല ടൂറിസം വികസന പദ്ധതിക്ക് വീണ്ടും ചിറകുമുളയ്ക്കുന്നു. അമ്മിനിക്കാട് നിന്നും കൊടികുത്തിമലയിലേക്ക് റോഡ് നിർമ്മിക്കുന്നതിനുള്ള സ്ഥലമെടുത്ത് തുടങ്ങി. റോഡ് നിർമ്മിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് 5 കോടിയും ടൂറിസം വകുപ്പ് 1 കോടിയും അനുവദിച്ചിട്ടുണ്ട്.
2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അന്നത്തെ UDF സർക്കാർ പ്രഖ്യാപിച്ചതാണ് പെരിന്തൽമണ്ണ കൊടികുത്തിമല ടൂറിസം പദ്ധതി. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ അമ്മിനിക്കാടാണ് കൊടികുത്തിമല സ്ഥിതി ചെയ്യുന്നത്. സഞ്ചാരയോഗ്യമായ റോഡ് ഇല്ലാത്ത പ്രശ്നവും ഫണ്ട് ലഭ്യമാകാത്തതും കാരണം മലപ്പുറം ജില്ലയിലെ ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം പിടിക്കേണ്ട കൊടികുത്തിമല ടൂറിസം പദ്ധതി വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയാണുണ്ടായത്. എന്നാൽ മന്ത്രി മഞ്ഞളാംകുഴി അലിയുടെ ശ്രമഫലമായി കൊടികുത്തിമലയിലേക്ക് റോഡ് നിർമ്മിക്കുന്നതിനായി 6 കോടി രൂപ അനുവദിച്ചത് കൊടികുത്തിമല ടൂറിസം പദ്ധതിക്ക് വീണ്ടും പ്രതീക്ഷ നൽകുകയായിരുന്നു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകളിൽ നിന്നുമാണ് കൊടികുത്തിമലയിലേക്ക് റോഡ് നിർമ്മിക്കാൻ തുക അനുവദിച്ചിരിക്കുന്നത്. റോഡ് നിർമ്മിക്കുന്നതിന് സ്ഥലം ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ ഇപ്പോൾ നടന്നുവരികയാണ്. ഗ്രാമപഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് സ്ഥലം ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ നടന്നുവരുന്നത്. കൊടികുത്തിമലയിലേക്ക് റോഡ് നിർമ്മിക്കുന്ന അമ്മിനിക്കാട് ഭാഗത്തെ വീതി കുറഞ്ഞ ഭാഗം 8 മീറ്റർ വീതിയാക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. തദ്ദേശവാസികൾ 62 കുടുംബങ്ങളുടെ സ്ഥലമാണ് ഇവിടേക്ക് ഇതിനാവശ്യമായി വന്നിട്ടുള്ളത്. അവരൊക്കെ ഈ കഴിഞ്ഞ കൂടലുകളിൽ ഇതിനാവശ്യമായിട്ടുള്ള ഈ ടൂറിസ്റ്റ് ഭൂപടത്തിലേക്ക് പ്രവേശിക്കുന്ന കൊടികുത്തിമലയുടെ വികസനത്തിനാവശ്യമായിട്ടുള്ള റോഡിന് ആവശ്യമായ സ്ഥലം വിട്ടു നൽകാൻ സന്നദ്ധത രേഖപ്പെടുത്തുകയും അവർക്ക് ഈ നിർമ്മാണ പ്രവർത്തനം നഷ്ടപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ മതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ചെലവ് വഹിച്ചുകൊണ്ട് തന്നെ നാട്ടുകാരൊക്കെ ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ട് പഞ്ചായത്തിന്റെയൊക്കെ നേതൃത്വത്തിൽ ഇതിന്റെ ശ്രമം വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം ഇതിന് പ്രശംസിക്കേണ്ടത് ഭൂമി വിട്ടു തന്ന നല്ലവരായ ഈ നാട്ടിലെ ഈ 62ഓളം വരുന്ന കുടുംബങ്ങളെയാണ്. അവരുടെയും നാട്ടുകാരുടെയും ഒക്കെ ശ്രമപരമായിട്ട് ഇത് വലിയ ഒരു പദ്ധതിയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 62 ഭൂവുടമകൾ കൊടികുത്തിമലയിലേക്ക് റോഡ് നിർമ്മിക്കുന്നതിന് സ്ഥലം അനുവദിച്ചതായി ഒപ്പിട്ട് നൽകിയിട്ടുണ്ട്. റോഡ് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കണമെന്നും സ്ഥലം വിട്ടു നൽകിയതിന് ഭൂവുടമകൾക്ക് അടിസ്ഥാന രേഖകൾ നൽകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഇതിലേക്ക് ഭൂമി വിട്ടുകൊടുത്ത 62 കുടുംബങ്ങളുടെയും അവരുടെ സ്ഥലവും പെരിന്തൽമണ്ണ തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംയുക്ത സർവേ ഉടൻ ആരംഭിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വിട്ടുകൊടുത്ത എത്ര ഭൂമിയാണോ ഓരോരുത്തരും വിട്ടുകൊടുത്തെങ്കിൽ അത് രേഖാമൂലം പെരിന്തൽമണ്ണ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രജിസ്റ്റർ ചെയ്യുകയും ഞങ്ങളെല്ലാവരും ഈ പദ്ധതിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അടിസ്ഥാന രേഖകൾ ഉടൻ തന്നെ ലഭ്യമാക്കണം. ഇതൊക്കെയാണ് ഞങ്ങൾക്കുള്ള ആവശ്യങ്ങൾ. അതുപോലെ തന്നെ ഈ പദ്ധതിയുമായി ഏത് വിധത്തിൽ സഹകരിക്കുവാനും നാട്ടുകാർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. കൊടികുത്തിമലയിലേക്ക് 6 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് റോഡ് നിർമ്മിക്കേണ്ടത്. വീതി കുറഞ്ഞ 1 കിലോമീറ്റർ ഭാഗത്ത് 8 മീറ്റർ വീതിയിലും ബാക്കിയുള്ള 5 കിലോമീറ്റർ ഭാഗത്ത് 12 മീറ്റർ വീതിയിലും റോഡ് നിർമ്മിക്കും. ഇടവേള. വാർത്തകൾ തുടരുന്നു. മണൽ, കരിങ്കല്ല്, കളിമണ്ണ് തുടങ്ങിയ നിർമ്മാണ വസ്തുക്കളുടെ ഖനനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU മണ്ണാർക്കാട് ട്രഷറി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU ഏരിയ സെക്രട്ടറി KP മസൂദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ വന്നപ്പോൾ തൊഴിലാളികളുടെ ക്ഷേമപദ്ധതിനെ സംബന്ധിച്ചിടത്തോളൊന്നും അവർക്കിതൊരു വിഷയമല്ല. ഇതൊക്കെ എടുത്തു പോകാൻ പോവുക. ക്ഷേമനിധി അടച്ച ആളുകളുടെ പണമൊക്കെ ഈ സർക്കാർ തട്ടിയെടുക്കാൻ പോവുക. അതിന്റെ സൂചനകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കരിങ്കൽ കോറികളൊന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ. കരിങ്കൽ കോറികൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തൊഴിലാളിക്ക് പണിയുണ്ടോ? കൺസ്ട്രക്ഷൻ തൊഴിലാളികൾക്ക് പണിയുണ്ടോ? ബിൽഡിങ്ങിന്റെ പ്രവർത്തനങ്ങൾ നടക്കും. ഒരു മണൽ കിട്ടുന്നുണ്ടെങ്കിൽ എന്താ 35,000 രൂപ ഒരു മണലിന് കൊടുക്കും. ഒരു മണലെടുത്തൊരു സാധാരണക്കാരൻ പിറകയറ്റാൻ പറ്റാത്തൊരവസ്ഥയിലപ്പം വരെ രാജ്യത്തെ ജനം ആകെ തൊഴിലാളി വിഭാഗങ്ങൾ മുഴുക്കെ വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മണൽ, കരിങ്കല്ല്, ചെങ്കല്ല്, കളിമണ്ണ് എന്നിവയുടെ ഖനനം സുപ്രീംകോടതി നിരോധിച്ചിരിക്കുകയാണ്. അതിനാൽ നിർമ്മാണ മേഖല സ്തംഭിക്കുകയും നിരവധി തൊഴിലാളികൾ തൊഴിലില്ലാതെ പട്ടിണിയിലേക്ക് നീങ്ങുന്ന അവസ്ഥയാണ് സംസ്ഥാനവും നേരിടുന്നത്. അതിനാൽ ഇവയുടെ ഖനന നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ മാർച്ച് നടത്തിയത്. CPM ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ട്രഷറി ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റ് അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. CITU ഡിവിഷൻ പ്രസിഡന്റ് TR സെബാസ്റ്റ്യൻ, സുരേഷ് കുമാർ, ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിലേക്കും മാർച്ച് നടത്തി. CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി K സുരേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കരിങ്കല്ല് ഉൾപ്പെടെയുള്ളവയുടെ ഖനന നിരോധനം പിൻവലിക്കുക, 1 വർഷമായി പാലക്കാട് ജില്ലയിൽ നിർത്തിവച്ചിരുന്ന ക്ഷേമനിധി രജിസ്ട്രേഷൻ പുനരാരംഭിക്കുക, ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു താലൂക്ക് ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത്. AKG മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. യൂണിയൻ ചെർപ്പശ്ശേരി ഏരിയ സെക്രട്ടറി MP ബാലൻ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി KR വിജയൻ, വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K ഭാസ്കരൻ, C ശ്രീകുമാരൻ, KV സന്തോഷ് എന്നിവർ സംസാരിച്ചു. പ്രവൃത്തികൾക്കും ആവശ്യമായ നിലയിൽ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത നിലയിൽ ഇത്തരം
പാറയായാലും മണലായാലും മറ്റസംസ്കൃത വസ്തുക്കളായാലും ഖനനം ചെയ്യുക എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിയന്ത്രണത്തിന് വിധേയമായി ആവശ്യമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനും നിലവിലുള്ള നിയമത്തിൽ തന്നെ വ്യവസ്ഥയുണ്ട്. ഖനന നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിലേക്കും മാർച്ച് നടത്തി. നിരവധി തൊഴിലാളികൾ മാർച്ചിൽ പങ്കെടുത്തു. കരിങ്കൽ, ചെങ്കൽ, മണൽ ഖനനത്തിന് സുപ്രീംകോടതി നിരോധനം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ സർക്കാർ പുതിയ നിയമനിർമ്മാണം നടത്തണമെന്നും തൊഴിൽ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി N. ഉണ്ണികൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ സെക്രട്ടറി LP വിനയകുമാർ, M. രാമചന്ദ്രൻ, KV സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തിലെ ഏതാണ്ടൊരു 10-30 ലക്ഷത്തോളം ആളുകൾ ജോലി ചെയ്യുന്നതും ജീവിക്കുന്നതും ഈ മേഖലയെ ആശ്രയിച്ചുകൊണ്ടാണ്. ആ മേഖല പലവിധ കാരണങ്ങളാൽ ഒരു സ്തംഭനാവസ്ഥയിലേക്ക് പോവുകയാണ്. കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ എല്ലാ സാധനങ്ങൾക്കും ക്രമാതീതമായ വിലവർദ്ധനവ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ആ രംഗത്തുള്ള സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നത് ഏതാണ്ട് 1.5 വർഷം മുമ്പ് ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് ആകെ വന്ന ചെലവും ഇപ്പോൾ അതേ കെട്ടിടം അതേ അളവിൽ നിർമ്മിക്കുന്നതിനാവശ്യമായ ചെലവും കൂടി നോക്കുമ്പോൾ 32% വർധനവുണ്ട് എന്നാണ് ഈ മേഖല. അയ്യങ്കാളിയുടെ 150-ാം ജന്മദിനാഘോഷം ചെർപ്പശ്ശേരിയിൽ നടന്നു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM വേലായുധൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചരിത്രകാരന്മാര് ഇവരാരും ഈ അയ്യങ്കാളിയുടെ ഈ ധീരമായ പോരാട്ടത്തെ വേണ്ട രീതിയിൽ കണ്ടില്ല. അതുകൊണ്ട് ഇന്നും തൊഴിലാളി സമരം എന്ന് പറയുന്നത് മെയ് 10 അല്ലേ? യഥാർത്ഥത്തിൽ ഏത് സമരം കാണേണ്ടത്? അയ്യങ്കാളി ധീരമായി നടത്തിയ ഈ സമരമാണ് ചരിത്രത്തിന്റെ താളുകളിൽ കയറി വരേണ്ടത്. അയ്യങ്കാളിയുടെ 150-ാം ജന്മദിനാഘോഷം ചെർപ്പശ്ശേരിയിലെ BJP ഓഫീസിൽ വെച്ചാണ് നടന്നത്. പട്ടികജാതി മോർച്ച ജില്ലാ കമ്മിറ്റിയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ജില്ലാ കൺവീനർ K. രാജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി P. വേണുഗോപാൽ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ PM കൃഷ്ണസ്വാമി, M. ലക്ഷ്മണൻ, പട്ടികജാതി മോർച്ച സംസ്ഥാന സെക്രട്ടറി V. ദേവയാനി, BJP ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് K. സുരേഷ് കുമാർ, ജനറൽ സെക്രട്ടറി P. ജയൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പിന്റെ ആലോചന യോഗം സംഘടിപ്പിച്ചു. ക്യാൻസർ രോഗത്തിനെതിരെ ബോധവൽക്കരണ പരിപാടികളും ഡിറ്റക്ഷൻ ക്യാമ്പും സംഘടിപ്പിക്കുന്നതിന് മുന്നോടിയായാണ് ആലോചനാ യോഗം നടത്തിയത്. ആരോഗ്യരംഗത്ത് ഭീഷണിയായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻസർ രോഗത്തെക്കുറിച്ച് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പും ക്യാൻസർ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുന്നത്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പ് നടത്തുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെയും കഞ്ചിക്കോട് റീജിയണൽ ക്യാൻസർ സബ് സെന്ററിന്റെയും ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഈ മാസം 23-ന് ശ്രീകൃഷ്ണപുരം സംഗീത ശില്പം ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ മുന്നോടിയായാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ആലോചന യോഗം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. സവിത അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ, P. എസ്. സുഭദ്ര, AM ഉഷാദേവി, CN സത്യൻ, ലളിത, വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, ആശാപ്രവർത്തകർ, അംഗനവാടി പ്രവർത്തകർ, വിദ്യാലയ പ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇവരുടെ സഹകരണത്തോടെയാണ് ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പ് നടത്തുന്നത്. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തി ചീനിക്കുഴി തോട് വൃത്തിയാക്കുന്നതിനിടെ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളി കാട്ടുകുളം വിരുതാടിപ്പറമ്പിൽ മുണ്ടിച്ച് കുഴഞ്ഞു വീണ് മരിച്ചു. 64 വയസ്സായിരുന്നു. വിരുതാടിപ്പറമ്പിൽ അക്കാണ്ടിയുടെ ഭാര്യയാണ് മുണ്ടിച്ചി. 4 മക്കളുണ്ട്. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മികച്ച നിലയിലേക്ക് ഉയർന്ന താരങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിന് പകരം വളർന്നുവരുന്ന താരങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയാണ് വേണ്ടതെന്ന് ഒളിമ്പ്യൻ ഇർഫാൻ. അടുത്ത ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡലാണ് തന്റെ ലക്ഷ്യമെന്നും ഇർഫാൻ. പട്ടാമ്പി കോതച്ചിറയിൽ നിന്നും സ്ഫോടക വസ്തു പിടികൂടിയ സംഭവം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കലാമണ്ഡലത്തിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ സുരക്ഷയും പരിശോധനയും ശക്തമാക്കി. ഒറ്റപ്പാലത്തെ ഗതാഗതക്കുരുക്ക് രാഷ്ട്രീയ വടംവലിയിൽപ്പെട്ട് മുറുകുന്നു. ട്രാഫിക് നിയന്ത്രണ കമ്മിറ്റിയിൽ വൈസ് ചെയർമാന് എന്ത് കാര്യമെന്ന് പ്രതിപക്ഷം.
ടൂറിസം ഭൂപടത്തിലേക്ക് പെരിന്തൽമണ്ണ കൊടികുത്തി മലയും മലയിലേക്കുള്ള റോഡ് നിർമ്മാണത്തിന് 6 കോടി രൂപ അനുവദിച്ചു. റോഡിനായുള്ള സ്ഥലമെടുപ്പ് തുടങ്ങി. സുപ്രീം കോടതി ഖനനം നിരോധിച്ചതിനെതിരെ പ്രക്ഷോഭവുമായി CITUവിന്റെ നേതൃത്വത്തിൽ നിർമ്മാണ തൊഴിലാളികൾ രംഗത്ത്. ഒറ്റപ്പാലത്തും പട്ടാമ്പിയിലും മണ്ണാർക്കാടും സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.